നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പാലപ്പിള്ളി കന്നാറ്റുപാടം സ്കൂളിന് സമീപം പുലിയിറങ്ങാൻ കാരണം തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാത്തതിനാലാണെന്ന് ആരോപിച്ച് ആക്ഷൻ കൗൺസിൽ ഞായറാഴ്ച അടിക്കാട് വെട്ടൽ സമരം നടത്തും. വളാഞ്ചേരിയിൽ ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ സംഭവത്തിൽ മുൻ പുതുക്കാട് CI UX സുനിൽദാസിനും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും സസ്പെൻഷൻ. സുനിൽദാസ് ഒളിവിൽ. പറപ്പൂക്കര പഞ്ചായത്തിലെ കുടുംബശ്രീ CDS അംഗങ്ങളുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി 44 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. എല്ലാ സാമ്പത്തിക തട്ടിപ്പിലും പണം നഷ്ടപ്പെടുന്നത് പാവങ്ങളുടെയാണെങ്കിൽ പ്രതിസ്ഥാനത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളായിരിക്കുമെന്ന് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ 44ാമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. തരിശുഭൂമി കൃഷിയോഗ്യമാക്കാനൊരുങ്ങി നെന്മണിക്കരയിലെ ഒരു കൂട്ടം കർഷകർ. PMKU നെന്മണിക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തലവണിക്കരയിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. പാലപ്പിള്ളി കന്നാറ്റുപാടം സ്കൂളിന് സമീപം പുലി ഇറങ്ങാൻ കാരണം തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാത്തതിനാലാണെന്ന് ആരോപിച്ച് ആക്ഷൻ കൗൺസിൽ ഞായറാഴ്ച അടിക്കാട് വെട്ടൽ സമരം നടത്തും. മുൻപ് കാട്ടാന ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ ഹാരിസൺ കൊച്ചിൻ മലബാർ തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാമെന്ന് തോട്ടം മാനേജ്മെന്റ് പ്രതിനിധികളും വനപാലകരും MLAയുടെയും കളക്ടറുടെയും സാന്നിധ്യത്തിൽ ഉറപ്പു നൽകിയത് പാലിച്ചില്ലെന്നും ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു. യഥാസമയങ്ങളിൽ അടിക്കാടുകൾ വെട്ടിമാറ്റാത്തതിനാൽ തോട്ടങ്ങളും നാടും കാടുപോലെയായെന്ന് കരുതിയാണ് വന്യജീവി ശല്യം രൂക്ഷമാകുന്നത്. സ്കൂളിന് സമീപം പുലി ഇറങ്ങിയിട്ടും വനം വകുപ്പ് നിസ്സംഗത പാലിക്കുകയാണ്. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വനം വകുപ്പ് കാട് വെട്ടിത്തെളിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഞായറാഴ്ച ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കാടുവെട്ടൽ സമരം നടത്തുന്നതെന്ന് ചെയർമാൻ VP ഉസ്മാൻ, കൺവീനർ KM ഹൈദർ എന്നിവർ അറിയിച്ചു. വളാഞ്ചേരിയിൽ ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ സംഭവത്തിൽ മുൻ പുതുക്കാട് CI UX സുനിൽദാസിനും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും സസ്പെൻഷൻ. വളാഞ്ചേരി ഇൻസ്പെക്ടറാണ് സുനിൽദാസ്. SI ബിന്ദുലാലിനെയും സസ്പെൻഡ് ചെയ്തു. ഉത്തരമേഖല IG K. സേതുരാമനാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തത്. മലപ്പുറം SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഭവത്തിൽ SI ഇന്നലെ അറസ്റ്റിലായിരുന്നു. ഇൻസ്പെക്ടർ സുനിൽദാസ് ഒളിവിലാണ്. ഭീഷണിപ്പെടുത്തി ക്വാറി ഉടമയിൽ നിന്നും SIയും ഇൻസ്പെക്ടറും ചേർന്ന ഇടനിലക്കാരൻ മുഖേന 18 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇടനിലക്കാരൻ 4 ലക്ഷം രൂപയാണ് ക്വാറി ഉടമയിൽ നിന്ന് തട്ടിയത്. തുടർന്ന് SI ബിന്ദുലാലിനെയും ഇടനിലക്കാരൻ അസൈനാരെയും ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. വളാഞ്ചേരി സ്വദേശിയുടെ ക്വാറിയിൽ നിന്നും മാർച്ചിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. ഈ കേസിൽ ഇയാളെ ജയിലിൽ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പോലീസുകാർ പണം തട്ടിയത്. അതേസമയം ഒളിവിൽ പോയ സുനിൽദാസിനെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട്. എല്ലാ സാമ്പത്തിക തട്ടിപ്പിലും പണം നഷ്ടപ്പെടുന്നത് പാവങ്ങളുടെയാണെങ്കിൽ പ്രതിസ്ഥാനത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളായിരിക്കുമെന്ന് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിലെ ആലത്തൂരിൽ എടുക്കാത്ത ലോണിന്റെ പേരിൽ 48 വനിതകൾ ബാങ്കിൽ നിന്നും ജപ്തി ഭീഷണി നേരിടുന്ന സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പറപ്പൂക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നന്ദിക്കര സെന്ററിൽ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ BJP പറപ്പൂക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാമദാസ് വൈലൂർ അധ്യക്ഷത വഹിച്ചു. BJP പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, രജത്ത് നാരായണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KK പ്രകാശൻ, KV സുഭാഷ്, നന്ദിനി സതീശൻ, ശ്രുതി ശിവപ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിലെ 8-9 വാർഡുകളിലെ 48 വനിതകൾക്കാണ് എടുക്കാത്ത ലോണിന്റെ പേരിൽ സെൻട്രൽ ബാങ്ക് കൊടകര ശാഖയിൽ നിന്നും ജപ്തി നടപടിയുണ്ടായത്. കുടുംബശ്രീയുടെ മറവിൽ 48 വനിതകളിൽ നിന്നായി പറപ്പൂക്കര പഞ്ചായത്ത് CDS സംഘം 48 ലക്ഷം രൂപ വ്യാജരേഖകൾ ഉണ്ടാക്കി പണം തട്ടിയെടുത്തതായി തെളിയിക്കപ്പെട്ടിട്ടും
കൊടകര പോലീസ് ഇതുവരെ പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തത് CPM പറപ്പൂക്കര പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇടപെടൽ മൂലമാണെന്നും BJP ആരോപിച്ചു. സമാനമായ രീതിയിലുള്ള 14 ലക്ഷം രൂപയുടെ തട്ടിപ്പ് മുറ്റത്തെ മുല്ല എന്ന കുടുംബശ്രീ പദ്ധതി പ്രകാരം പറപ്പൂക്കര പഞ്ചായത്തിലെ 18ാം വാർഡിലും നടന്നിട്ടുണ്ടെന്ന് BJP ആരോപിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ CDS അംഗങ്ങളുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി 44 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പറപ്പൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറപ്പൂക്കര പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറത്തല അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, UDF ചെയർമാൻ സോമൻ മൂത്രത്തിക്കര, പഞ്ചായത്ത് അംഗങ്ങളായ NM പുഷ്പാകരൻ, KK രാജൻ, നന്ദിനി രമേശൻ, ഷീബ സുരു, ബ്ലോക്ക് അംഗം റീന, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാജൻ കാരപ്പറമ്പിൽ, M ശ്രീകുമാർ, നെല്ലായി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹരീഷ് കുമാർ, DCC അംഗം വാസുദേവൻ, ബ്ലോക്ക് സെക്രട്ടറി KS ജോൺസൺ, ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജേഷ് കുമാർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജീസ് നെല്ലായി, വിജയരാഘവൻ, K സത്യപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ 44ാമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രാജൻ കുഞ്ഞുമോൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ, നിയോജക മണ്ഡലം ചെയർമാൻ സെബാസ്റ്റ്യൻ മഞ്ഞളി, യൂണിറ്റ് സെക്രട്ടറി TM ഉമേഷ് ബാബു, ട്രഷറർ സാബു പോക്കാക്കില്ലത്ത്, മർസൻസ് വെൽഫെയർ ട്രസ്റ്റ് പ്രസിഡന്റ് ജോർജ് സഫിലോ, വനിതാ വിംഗ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ എന്നിവർ പ്രസംഗിച്ചു. ഇതുപോലെ തന്നെ കോടാലി യൂണിറ്റ് മറ്റുള്ള യൂണിറ്റുകളെ സംബന്ധിച്ച് വിഭിന്നമായി പ്രവർത്തിക്കുന്ന യൂണിറ്റ് മാതൃകയിൽ. കാരണം ഇവിടെ മാത്രം നമ്മൾ മുന്നേ മെമ്പർമാർ മാത്രം അറിയാവുന്ന സംഘടനയുടെ കാര്യം. തരിശ് ഭൂമി കൃഷിയോഗ്യമാക്കാൻ ഒരുങ്ങി നെന്മണിക്കരയിലെ ഒരു കൂട്ടം കർഷകർ. BMKU നെന്മണിക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തലവണിക്കരയിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വിത്തെറിഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി PM നിക്സൺ, പ്രസിഡന്റ് സത്യവ്രതൻ, CPI ലോക്കൽ സെക്രട്ടറി KV മണിലാൽ, BKMU പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് K സത്യവ്രതൻ, സുജ ആന്റണി, NJ ജിജേഷ്, രാജലക്ഷ്മി റെനീഷ്, PT രാജേഷ്, രജനി മുരാന്തകൻ, NK മണികണ്ഠൻ, ജോസ് തലോർ എന്നിവർ സന്നിഹിതരായി. BKMU അംഗം അജിത്താണ് കൃഷിഭൂമി സജ്ജമാക്കിയത്. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന മാനേജർ AI ലതികയ്ക്ക് യാത്രയയപ്പ് നൽകി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷനായി. മുകുന്ദപുരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ബ്ലിസൻ C ഡേവിസ് വിശിഷ്ടാതിഥിയായിരുന്നു. ബാങ്ക് വൈസ് പ്രസിഡന്റ് KA ഫ്രാൻസിസ്, ഓഡിറ്റർമാരായ US ഷത്കാന്ത്, B അനൂപ് കുമാർ, മുൻ പ്രസിഡന്റ് TV പ്രഭാകരൻ, ഡയറക്ടർമാരായ പ്രിൻസ് ചെതലൻ, CJ ആന്റണി, KJ ജോജോ കുറ്റിക്കാടൻ, TS അർജുൻ, അമ്പിളി ഹരി, സുശീല ദിവാകരൻ, സന്ധ്യ സുധീർ, ബിജി ജോയ്, TK രാജേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ലതിക സർവീസിൽ വന്നതിന് ശേഷം അവിടെ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ലേഡി, അധികം ടോക്കറ്റീവ് അല്ല. നമുക്ക് സഹകരണ രംഗത്ത് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സ് വരുമ്പോഴും അതുപോലെ തന്നെ മറ്റ് ഇടപാടുകാരുകളൊക്കെ ബാങ്കിൽ വരിക, സഹകരണത്തിന്റെ ചട്ടങ്ങളും നിയമങ്ങൾക്കും വിധേയമായി പ്രവർത്തിക്കുക. ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ വരുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും അതുപോലെ ട്രാവൻകൂറിലും അല്ലെങ്കിൽ വലിയ നാഷണലൈസ് ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്കുകളും. ലതികേച്ചി, നമുക്ക് സമയമാകുമ്പോൾ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ നേരത്തെ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബാങ്കിനെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ ബാങ്കിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ഞാൻ പറയാം എപ്പോഴും. അതുപോലെ തന്നെ 20 വർഷവും 10 മാസവും ജോലി ചെയ്തുകൊണ്ടാണ് നമ്മുടെ ബ്രാഞ്ച് മാനേജറെ ലതിക ഇന്ന് ഈ ബാങ്കിനോട് ഔദ്യോഗികമായിട്ട് വിട പറയുന്നത്. ഏറെ വിഷമങ്ങളുള്ള ഒരു കാര്യത്തിൽ ഇന്ന് പിരിഞ്ഞു പോകുന്ന ലതിക മാഡം, അവരുടെ എല്ലാമായ കുടുംബാംഗങ്ങള്, മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പ്രത്യേകിച്ച് കടന്നു പോകേണ്ട കാര്യമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഡ്യൂട്ടിയുടെ മുന്നോടിയായി നടന്ന പരിശീലന ക്ലാസുകളിൽ മതിയായ കാരണം കൂടാതെ പങ്കെടുക്കാതിരുന്ന ഉദ്യോഗസ്ഥർക്ക്
കാരണം നേരിൽ ബോധിപ്പിക്കുന്നതിന് തൃശൂർ ലോക്സഭാ മണ്ഡലം വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. 1951 ജനപ്രാതിനിധ്യ നിയമം അനുശാസിക്കുന്ന വിധം അച്ചടക്ക നടപടി സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം ബോധിപ്പിക്കാനാണ് നോട്ടീസ് നൽകിയത്. വോട്ടെണ്ണൽ ഡ്യൂട്ടിയിൽ നിന്നും പരിശീലനത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. 36 വർഷത്തെ അധ്യാപന ജീവിതത്തിൽ നിന്ന് കുട്ടികളുടെ പ്രിയങ്കരിയായ CK ബിന്ദുമോൾ ടീച്ചർ പൂക്കോട് SNUP സ്കൂളിൽ നിന്നും പടിയിറങ്ങി. വെള്ളിയാഴ്ചയാണ് പൂക്കോട് SNUP സ്കൂളിലെ പ്രധാന അധ്യാപിക CK ബിന്ദുമോൾ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചത്. 1986 ജൂലൈ 4-നാണ് പൂക്കോട് SNUP സ്കൂളിൽ അധ്യാപികയായി CK ബിന്ദുമോൾ ജോലിയിൽ പ്രവേശിച്ചത്. 38 വർഷത്തെ അധ്യാപക ജീവിതത്തിൽ 5 വർഷം പ്രധാന അധ്യാപികയായിരുന്നു. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ടീച്ചർ 2000-2005 കാലയളവിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും 2005-2010 കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. AKSTU ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റായും പ്രവർത്തിച്ചിരുന്ന ടീച്ചർ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, സംസ്ഥാന വനിതാ ചെയർപേഴ്സൺ എന്നീ ചുമതലകളും വഹിച്ചിരുന്നു. തൃശൂരിൽ വെച്ച് 2018 നടന്ന സംസ്ഥാന കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ റിസപ്ഷൻ കമ്മിറ്റി കൺവീനറായി പ്രവർത്തിച്ചിരുന്ന ടീച്ചർ കലോത്സവത്തിൻ്റെ ഈ ചുമതല ഏറ്റെടുത്ത ആദ്യ പ്രൈമറി ടീച്ചറായിരുന്നു. മാത്രമല്ല DPEP വന്ന കാലഘട്ടം മുതൽ അധ്യാപക പരിശീലന പരിപാടിയിലെ ടീച്ചറുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. മണ്ണമ്പേട്ട ചീനാത്ത് കുമാരൻ്റെയും തങ്കമണിയുടെയും മകളാണ്. പിതാവ് CK കുമാരൻ ദീർഘകാലം അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഭർത്താവ് CK ആനന്ദകുമാരൻ പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ ജില്ലാ മേധാവിയായിരുന്നു. ഇപ്പോൾ വട്ട്നാത്തറ സഹകരണ ബാങ്ക് പ്രസിഡന്റാണ്. മക്കൾ അർജുൻ C ആനന്ദ്, അഞ്ജലി, മരുമകൻ അർജുൻ. പാഠ്യേതര മേഖലകളിൽ കുട്ടികളുടെ വളർച്ചയ്ക്കായി നവീനമായ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അവ വിജയകരമായി നടപ്പാക്കുകയും ചെയ്തതിന്റെ ചാരിതാർത്ഥ്യവുമായാണ് ആലത്തൂർ ALP സ്കൂൾ പ്രധാന അധ്യാപകൻ NS സന്തോഷ് ബാബു വെള്ളിയാഴ്ച വിദ്യാലയത്തിന്റെ പടിയിറങ്ങിയത്. സൈക്കോ തെറാപ്പിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ ഈ അധ്യാപകൻ നീണ്ട 32 വർഷത്തെ സേവനത്തിലൂടെ അക്കാദമിക മികവിനൊപ്പം ജീവിത നൈപുണികളും കുട്ടികളിൽ വളർത്തിയെടുക്കാനാണ് പരിശ്രമിച്ചത്. കുട്ടികളിൽ അച്ചടക്കവും ആത്മവിശ്വാസവും മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംവദിക്കാനുള്ള കഴിവും വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ട് ആലത്തൂർ ALP സ്കൂളിൽ നടപ്പാക്കിയ കമാൻഡോ കിഡ്സ് പദ്ധതി സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു. സംസ്ഥാനത്തെ പ്രൈമറി വിദ്യാലയങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശീലന പരിപാടി നടപ്പാക്കിയ ഏക വിദ്യാലയമെന്ന ബഹുമതി ആലത്തൂർ ALP സ്കൂളിന് നേടിക്കൊടുത്തത് സന്തോഷ് മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള അധ്യാപകരും PTA ചേർന്നാണ്. കമാൻഡോ കിഡ്സിന്റെ പരിശീലനത്തിനായി വിദ്യാലയത്തിൽ റൈഡിംഗ് പാർക്കും ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളിൽ പാരിസ്ഥിതിക അവബോധം വളർത്താൻ ലക്ഷ്യമിട്ട് സന്തോഷ് മാസ്റ്റർ ആവിഷ്കരിച്ച മറ്റൊരു പദ്ധതിയായ വിദ്യാവനവും ഏറെ ശ്രദ്ധേയമാണ്. വനത്തിൽ മാത്രം കാണപ്പെടുന്ന 320ഓളം മരങ്ങൾ വിദ്യാവനത്തിലുണ്ട്. വനം വകുപ്പിന്റെ സഹകരണത്തോടെ സജ്ജമാക്കിയ വിദ്യാവനത്തിൽ ഓരോ മരത്തിനെയും കുറിച്ച് വിശദ വിവരങ്ങൾ ലഭ്യമാവുന്ന തരത്തിലുള്ള QR കോഡും സ്ഥാപിച്ചിട്ടുണ്ട്. പ്രളയകാലത്തും കോവിഡ് കാലത്തും കുട്ടികളിലും രക്ഷിതാക്കളിലും ഉണ്ടായ ഭീതി, മാനസിക പിരിമുറുക്കം എന്നിവ അകറ്റുന്നതിനായി വിവിധയിടങ്ങളിൽ ക്ലാസുകൾ നയിക്കാനും സൈക്കോ തെറാപ്പിസ്റ്റ് കൂടിയായ സന്തോഷ് ബാബു നിയോഗിക്കപ്പെട്ടിരുന്നു. കേരള പോലീസ് അക്കാദമിയിലെ ഫാക്കൽറ്റി അംഗമായ സന്തോഷ് ബാബു വനം വകുപ്പിലെയും റവന്യൂ വകുപ്പിലെയും പരിശീലന ക്ലാസുകൾക്കും നേതൃത്വം നൽകിയിട്ടുണ്ട്. ജില്ലയിലെ സിറ്റി പോലീസിന്റെ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ തലവൻ NG സുബ്രതകുമാർ സർവീസിൽ നിന്നും വിരമിച്ചു. 30 വർഷത്തെ സർവീസിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലും ലഹരിക്കെതിരായ പ്രവർത്തനത്തിന് DGPയുടെ കമൻഡേഷൻ ഉൾപ്പെടെ 350 ഗുഡ് സർവീസ് എൻട്രി എൻജികളും നേടിയ സുബ്രതകുമാർ വെള്ളിയാഴ്ചയാണ് വിരമിച്ചത്. ഷാഡോ പോലീസായി ഏറെക്കാലം പ്രവർത്തിച്ചു. കോളിളക്കം സൃഷ്ടിച്ച 30-ൽ പരം കൊലപാതകങ്ങളിലെ പ്രതികളെ പിടിക്കുവാൻ ഷാഡോ പോലീസ് ഡ്യൂട്ടിക്കിടയിൽ സാധിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഗുണ്ടാ സ്ക്വാഡിൽ ജോലി ചെയ്യുമ്പോൾ നിരവധി ഗുണ്ടാ സംഘങ്ങളെയും മയക്കുമരുന്ന് മാഫിയകളെയും പിടികൂടി. വിദ്യാർത്ഥികൾക്കുൾപ്പെടെ 500-ൽ പരം ബോധവൽക്കരണ ക്ലാസുകളും എടുത്തിട്ടുണ്ട്. പുതുക്കാട് തെക്കേത്തുറവ് സെന്റ് ആന്റണീസ് പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെ ദർശന തിരുനാളിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ ക്രിസ്റ്റോൺ പെരുമാട്ടിൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. തുടർന്ന്
തിരുനാൾ ദിവസം വരെ നവനാൾ കുർബാന നടക്കും. ജൂൺ 8, 9 തീയതികളിലായാണ് ഊട്ട് തിരുനാളും ദർശന തിരുനാളും ആഘോഷിക്കുന്നത്. ജൂൺ 8 ശനിയാഴ്ച വൈകിട്ട് 4:30 പ്രസുതേന്തി വാഴ്ചയും ജൂൺ 9 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ആഘോഷമായ പാട്ടുകുർബാനയും നേർച്ച ഭക്ഷണം വെഞ്ചിരിപ്പും നടക്കും. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ സമ്മാനിച്ച് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2002-2003 SSLC ബാച്ച് തിരികെ 2023 കൂട്ടായ്മയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി 350 നോട്ട്ബുക്കും 15 ബാഗുകളും സ്കൂളിന് കൈമാറിയത്. സ്കൂൾ പ്രധാന അധ്യാപിക MV ഉഷ, സീനിയർ അധ്യാപിക AK അമൃതപ്രിയ എന്നിവർ ഏറ്റുവാങ്ങി. പൂർവ്വ വിദ്യാർത്ഥികളായ TN രഞ്ജിത്ത്, അനീഷ്, അപ്പു, ദീപ പ്രവീൺ, അനീഷ, സുധീഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. വേനൽ മഴ കാലവർഷമായി ശക്തി പ്രാപിച്ചതോടെ കുടവിപണിയിലും മഴക്കോട്ട് വിപണിയിലും തിരക്കേറി. കേരളത്തിൽ മഴ സീസണിൽ മാത്രം കോട്ടുകളുടെ 250 കോടി രൂപയുടെ വിൽപ്പന നടക്കുന്നുണ്ടെന്നാണ് കണക്ക്. മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മഞ്ഞ, ചുവപ്പ്, നീല എന്നിങ്ങനെ വിവിധ നിറങ്ങളിൽ താരതമ്യേന കുറഞ്ഞ വിലയിലുള്ള മഴക്കോട്ടുകളാണ് ഇപ്പോൾ വിപണിയിൽ താരം. 100 രൂപ മുതലാണ് ഇതിന്റെ വില. എന്നാൽ ഇവയുടെ കട്ടി കൂടുന്നതിനനുസരിച്ച് വിലയും ഉയരും. വിലക്കുറവിൽ ലഭിക്കുന്നതിനാലാണ് ഇത്തരം മഴക്കോട്ടിന് പ്രിയമേറിയത്. സൗകര്യപ്രദമായി കൊണ്ടു നടക്കാമെന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. പരമാവധി 1 മാസത്തേക്കുള്ള ഉപയോഗമെന്ന നിലയിലാണ് ഇത് കൂടുതൽ പേരും വാങ്ങുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. മാത്രമല്ല, പോക്കറ്റിൽ പോലും വയ്ക്കാനും പറ്റും. കുടകൾക്കും വിപണിയിൽ പ്രാധാന്യമേറെയാണ്. മഴവിൽ കുട, കൊറിയൻ മ്യൂസിക് ബാൻഡിന്റെ ഡിസൈനിലുള്ള BTS കുടകൾ, പ്രിന്റഡ് കുടകൾ എന്നിങ്ങനെ നീളുന്നു കുടകളിലെ വൈവിധ്യങ്ങൾ. 250 രൂപ മുതൽ 2000 രൂപ വരെ വിലയുള്ള കുടകൾ വിപണിയിലുണ്ട്. കൊച്ചുകുട്ടികളെ ആകർഷിക്കുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ഡിസൈനുകളിലുള്ള ബ്രാൻഡഡ് കുടകൾക്ക് 350 രൂപ മുതലാണ് വില. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 100 രൂപയോളം കുടകൾക്ക് വില വർദ്ധിച്ചു. 3, 5 ഫോൾഡുകളുള്ള കുടകൾക്കും പ്രായവ്യത്യാസമില്ലാതെ ഉപയോഗിക്കുന്ന കാലൻ കുടകൾക്കും ആവശ്യക്കാർ ഏറെ. 3 ഫോൾഡ് കുടകളുടെ വിവിധ മോഡലുകളുമായി വൻകിട കമ്പനികളും വിപണിയിൽ വരവറിയിച്ചു. കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെയുള്ള വ്യത്യസ്ത മഴക്കോട്ടുകളും വിപണിയിൽ ലഭ്യമാണ്. മിക്ക കമ്പനികളും ഇത്തവണ കുട്ടികളുടെ വിഭാഗത്തിൽ പുതുമ കൊണ്ടുവന്നിട്ടുണ്ട്. ശരാശരി 300 രൂപ മുതലാണ് വില ആരംഭിക്കുന്നത്. എന്നാൽ കുട്ടികളുടെ ഇഷ്ട കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ മഴക്കോട്ടിന് വില ഏറും. മുതിർന്നവർക്ക് 500 രൂപ മുതൽ കോട്ട് ലഭ്യമാണ്. നൈലോൺ അല്ലെങ്കിൽ പോളിസ്റ്റർ പോലുള്ള ഉയർന്ന നിലവാരമുള്ള വാട്ടർ പ്രൂഫ് മെറ്റീരിയലുകളിൽ നിർമ്മിച്ചവയ്ക്ക് നിരക്കേറും. ഏതാണ്ട് 3000 രൂപ വരെയുള്ള മഴക്കോട്ടുകൾ വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ട്. രാത്രി യാത്രകൾക്കായി ഫലപ്രദമായ റിഫ്ലക്ടറുകളുള്ള മഴക്കോട്ടുകൾ തിരഞ്ഞെടുത്തു വാങ്ങുന്നവരുമുണ്ട്. വിവിധ കമ്പനികൾ വ്യത്യസ്തമായ കുടകളിലൂടെയും മഴക്കോട്ടുകളിലൂടെയും ഇത്തവണ വരവറിയിച്ചിട്ടുണ്ട്. കോടാലി ശ്രീ ഗുരുദേവ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഫീസ് ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 10 കോടാലിയിൽ നടക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിന്റെ ഭാഗമായി ചികിത്സാ സഹായ വിതരണം, പഠനോപകരണ വിതരണം, അനുമോദനം എന്നിവ നടക്കും. വെട്ടുകാടിൽ ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു. വെട്ടുകാട് പൊൻകുന്ന സ്വദേശി ഇരട്ടേം പറമ്പിൽ അജിത്തിന്റെ ഓടുമേഞ്ഞ വീടിന്റെ പിൻഭാഗമാണ് ഇടിഞ്ഞു വീണത്. കഴിഞ്ഞ രാത്രിയിൽ പെയ്ത മഴയിലാണ് സംഭവം. മൺകട്ടുകൊണ്ട് നിർമ്മിച്ച വീടിന്റെ ഭിത്തി ഇടിയുന്ന സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അജിത്തും അമ്മയും 3 പെൺകുട്ടികളും ഉൾപ്പെടെ 6 പേരാണ് വീട്ടിൽ താമസം. കാലപ്പഴക്കം മൂലം വീടിന്റെ പല ഭാഗവും ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലായിരുന്നു. സമീപവാസികളുടെ സഹായത്താലാണ് ഇടിഞ്ഞ ഭാഗം പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് താൽക്കാലികമായി മറച്ചു നൽകിയത്. ഉത്സവ പറമ്പുകളിൽ നിറസാന്നിധ്യമായ ടൈറ്റസിനെ താരമാക്കി ഫോട്ടോഗ്രാഫി പ്രദർശനം തയ്യാറാക്കി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ തൃശൂർ നേച്ചർ ക്ലബ് അംഗങ്ങൾ. ഉത്സവ പറമ്പുകളിൽ പോകുന്നവർക്ക് സ്ഥിരം കാഴ്ചയാണ് ടൈറ്റസ്. ആരെയും ശല്യപ്പെടുത്താതെ മേളം ആസ്വദിക്കുന്ന ടൈറ്റസിനെ ശ്രദ്ധിക്കാതെ പോകുന്നവരും ചുരുക്കമാണ്. ഈ ഒരു പ്രത്യേകതയാണ് ടൈറ്റസ് ചേട്ടനാണ് താരം എന്ന ഫോട്ടോഗ്രാഫി പ്രദർശനം നടത്താൻ തൃശൂർ നേച്ചർ ക്ലബ് അംഗങ്ങൾ രംഗത്ത് വന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും പകർത്തിയ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ, ക്ലബ് കോർഡിനേറ്റർ സുരേഷ് കീഴ്ത്താണി, സംസ്ഥാന കോർഡിനേറ്റർ ടൈറ്റസ്, അജയ് ഗ്രേസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രദർശനം ഒരുക്കിയത്. കാലാവസ്ഥ. കൂടിയ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്.
കന്നാറ്റുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിസിക്സ്, ഹിന്ദി, ഇക്കണോമിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങളിൽ അധ്യാപക തസ്തികകളിൽ താൽക്കാലിക ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റും പകർപ്പുമായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. മുപ്ലിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ LPST, UPST, SST, ഹിന്ദി, FTM എന്നീ തസ്തികകളിലേക്ക് താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ശനിയാഴ്ച രാവിലെ 10 നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ഫോൺ നമ്പർ 048027800065. നന്ദിപുരം ഗവൺമെന്റ് UP സ്കൂളിൽ LP അധ്യാപിക ഒഴിവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. PSC നിർദ്ദേശിച്ചിട്ടുള്ള പ്രായം, വിദ്യാഭ്യാസ യോഗ്യത. ഉദ്യോഗാർത്ഥികൾ ചൊവ്വാഴ്ച രാവിലെ 10 യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിന് നേരിട്ട് ഹാജരാവുക. ഫോൺ നമ്പർ 9567275697. കോടാലി GLP സ്കൂളിൽ LPSA ജൂനിയർ അറബിക് അധ്യാപക ഒഴിവുകളുണ്ട്. LPSA ഒഴിവിലേക്ക് ശനിയാഴ്ച രാവിലെ 10:30 അറബിക് ടീച്ചറുടെ ഒഴിവിലേക്ക് 11:30 കൂടിക്കാഴ്ച നടക്കും. ഫോൺ നമ്പർ 8086121676. SRC കമ്മ്യൂണിറ്റി കോളേജിൽ ഡിപ്ലോമ ഇൻ എയർലൈൻ എയർപോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് +2 അഥവാ തത്തുല്യ യോഗ്യതയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ജൂലൈ 20. ഫോൺ നമ്പർ 9846033001. ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 6670 രൂപ, പവന് 53,360 രൂപ. വരന്തരപ്പള്ളി കോരനോടി ചിറയത്ത് തെക്കൂടൻ വറീദ് ഭാര്യ ത്രേസ്യ അന്തരിച്ചു. 94 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9:30 വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ. മർലി, ഡേവിസ്, ഫിലോമിന, ജോൺസൺ, വിൻസൻ, ആലിസ് എന്നിവർ മക്കളും പോൾ, അൽഫോൻസ, ജോയ്, ഉഷ, ബെറ്റി, ജോർജ് എന്നിവർ മരുമക്കളുമാണ്. വരന്തരപ്പള്ളി വടക്കുമുറി തളിയത്ത് രത്നം അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പാലപ്പിള്ളി കന്നാറ്റുപാടം സ്കൂളിന് സമീപം പുലിയിറങ്ങാൻ കാരണം തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാത്തതിനാലാണെന്ന് ആരോപിച്ച് ആക്ഷൻ കൗൺസിൽ ഞായറാഴ്ച അടിക്കാട് വെട്ടൽ സമരം നടത്തും. വളാഞ്ചേരിയിൽ ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ സംഭവത്തിൽ മുൻ പുതുക്കാട് CI UH സുനിൽദാസിനും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥരും സസ്പെൻഷൻ. സുനിൽദാസ് ഒളിവിൽ. പറപ്പൂക്കര പഞ്ചായത്തിലെ കുടുംബശ്രീ CDS അംഗങ്ങളുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി 44 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. എല്ലാ സാമ്പത്തിക തട്ടിപ്പിലും പണം നഷ്ടപ്പെടുന്നത് പാവങ്ങളുടെയാണെങ്കിൽ പ്രതിസ്ഥാനത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളായിരിക്കുമെന്ന് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ 44ാമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. തരിശുഭൂമി കൃഷിയോഗ്യമാക്കാനൊരുങ്ങി നെന്മണിക്കരയിലെ ഒരു കൂട്ടം കർഷകർ. TNKU നെന്മണിക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തലവണിക്കരയിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.